പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദൗത്യം ഇവിടെ നിർവഹിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വളർന്നു വരുന്ന തലമുറ ഒരു ജനറൽ മുസ്ലിം ഇന്ന് വളർന്നു വരികയാണ്. ഞാൻ സുന്നി ആയാലും കുഴപ്പമില്ല, സലഫി ആയാലും കുഴപ്പമില്ല, മുജാഹിദ് ആയാലും എന്തായാലും ഒരു മുസ്ലിം ആയാലും മതി എന്ന ഒരു ജനറൽ ചിന്താഗതി ആരുമായിക്കോട്ടെ ഒരു പ്രശ്നമല്ല എന്നത്. ഇത് വളരെ ഭയാനകരമാണ്. നമ്മുടെ നാടുകൾ നാം ഇതുവരെ നടത്തി വന്ന നമ്മുടെ റാത്തീബുകളും മൗലിദ് മജ്ലിസുകളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും ഇന്ന് അത് വേണ്ട എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ നടത്താൻ ആളില്ലാത്ത രൂപത്തിലേക്ക് പോയാൽ നാം അത് ഭയപ്പെടേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളൊന്നും ഇന്ന് മജ്ലിസിൽ പങ്കെടുക്കാറില്ല. അവർ വളരെ വിദൂരത്താണ്, അവർക്ക് താല്പര്യവുമില്ല. എവിടെയെങ്കിലും ഹദ്ദാദ് നടക്കുമ്പോൾ, റാത്തീബ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് പ്രായം ചെന്നവർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കടന്നവർ മാത്രമാണ്. നമ്മുടെ 18, 20, 15, 25 വയസ്സുള്ളവരൊന്നും ഇന്ന് ആ മജ്ലിസിൽ കാണാറില്ല. അവരാണ് നാളെയുടെ നമ്മുടെ പള്ളിയുടെ നേതൃത്വം വഹിക്കേണ്ടവർ, പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറി ആകേണ്ടവർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കടിഞ്ഞാണ് പിടിക്കുന്നവർ അവരാണ്. അതുകൊണ്ട് അവരെ ഇന്ന് ഈ ഒരു രംഗത്തെ കൊണ്ടുവരൽ നമ്മുടെ മേൽ വലിയ ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത്തരം SKSF പ്രവർത്തനങ്ങൾ ഒരുപാട്, SKSFന്റെ ഈ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ 18ഓളം വരുന്ന കീഴ്ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇബാദാണെങ്കിലും സർഗലമാണെങ്കിലും ട്രെൻഡാണെങ്കിലും ഏത് മേഖലയിലെല്ലാം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നു, അവർക്കൊക്കെയും സംഗമിച്ചുകൊണ്ട് ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയൊരു സംഘമാണ് ഈ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആ വിദ്യാർത്ഥി പടയണിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ നമുക്ക് വളരെയധികം ബാധ്യതയാണ്. നമുക്കറിയാം ഇന്ന് ഒരു വശത്ത് ഇത്തരം സംഘടനകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ രക്ഷിതാക്കളോട്, പ്രായം ചെന്നവരോട് പറയാനുള്ളത്, നമ്മുടെ യുവാക്കളെ, നമ്മുടെ മക്കളെ ഇത്തരം സംഘങ്ങളിൽ ചേർത്തുകൊണ്ട് അവർക്ക് ദീനി ചൈതന്യം നിലനിർത്താനുള്ള ഒരു വഴി നാം കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എവിടെ ഒറ്റപ്പെടുന്നുവോ അവിടെ ആ വിദ്യാർത്ഥികൾ ഇന്ന് തിന്മയിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവനക്കൊരു ബോധമുണ്ടാവും, ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്താൽ, എന്നിൽ നിന്നൊരു തെറ്റ് വന്നാൽ എന്നെ ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും. നീ SKSFന്റെ പ്രസിഡന്റ് അല്ലേ, അല്ലെങ്കിൽ സെക്രട്ടറി അല്ലേ, അല്ലെങ്കിൽ ട്രഷറർ അല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നീ ഒരു നേതാവല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ ആളുണ്ടാകുമെന്ന ബോധം അവനക്കുണ്ടാകുമ്പോൾ അവൻ തിന്മ ചെയ്യാൻ മടിക്കും. അല്ലാതെ ഒറ്റപ്പെടുകയാണെങ്കിൽ, ഒറ്റപ്പെട്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ എന്ത് തോന്നിവാസം ചെയ്താലും അവന് ചോദ്യം ചെയ്യാൻ ആളില്ല, എന്നാരും മൈൻഡ് ചെയ്യുക എന്നൊരു ധൈര്യം അവനക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഇത്തരം പ്രസ്ഥാനങ്ങൾ നാം അവരെ അടിയുറച്ച് വിശ്വസിപ്പിച്ചുകൊണ്ട് അവർ ജീവിപ്പിച്ചാൽ നമ്മുടെ തിന്മകളിൽ നിന്ന്, നമ്മുടെ സമൂഹം ഇന്ന് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഈ വ്യാധികളിൽ നിന്നൊക്കെ അവരെ തടയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ദൗത്യം നമ്മുടെ മുമ്പിലാണ്. നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കണം. നമുക്കറിയാം ഒരുപാട് മുദ്രാവാക്യങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ അത് നമ്മൾ ഇവിടെ യേശുന്നില്ല. എന്തുകൊണ്ട്? പ്രധാനമായും നമ്മുടെ മഹല്ല് ജമാഅത്തിലേക്ക് വളരെ ദൗത്യമുണ്ട്. ഇത്തരത്തിലുള്ള നമ്മുടെ SKSF പോലുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്ക് ദീനി ചെയ്തും കൊടുക്കാനുള്ള വലിയ മജ്ലിസുകൾ, ഇത്തരത്തിൽ അനുസ്മരണങ്ങൾ നടക്കുമ്പോൾ തന്നെ അവർക്ക് മാദക വ്യസന വിരുദ്ധ അഭിയാനങ്ങളും അതുപോലെ തന്നെ തസ്കിയത്ത് ക്യാമ്പുകളും മറ്റുമൊക്കെ നമ്മുടെ മഹല്ലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ആത്മീയമായി പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ജവാബ്ദാരിയും നമുക്കുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഫീൽഡും പ്രവർത്തിക്കാനുള്ള എല്ലാ മേഖലകളും ഈ SKSFിലുണ്ട്. നമ്മുടെ ജില്ലാ സമിതി ആണെങ്കിലും അതുപോലെ തന്നെ മേഖലാ സമിതി ആണെങ്കിലും ക്രിസ്തവ യൂണിറ്റൊക്കെ കൈകോർത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ വലിയ ചലനം, വലിയ വിപ്ലവം ഇവിടെ നടത്താൻ സാധിക്കും. ഈ കക്കിഞ്ഞ് എന്ന് പറയുമ്പോൾ വളരെ ജനനിബിഡമായ, ഏകദേശം അറിഞ്ഞതുപോലെ 800ഓളം വീടുകളുള്ള വലിയൊരു ജമാഅത്താണ്. വലിയ വലിയ വിപ്ലവങ്ങൾ നടത്താൻ സാധിക്കും. പണ്ട് മുതൽ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ സമസ്തയുടെ കീഴിലായി പ്രവർത്തിക്കുന്ന വലിയൊരു മഹല്ലാണ്. അള്ളാഹു ഈ മഹല്ലിനിക്ക് ഇനിയും പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജമാഅത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, SKSF നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്ത മറ്റ് കീഴ്ഘടകങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അർഹമുർ റഹീമായ രാജാധിരാജനായ തമ്പുരാൻ നമ്മയോരും അള്ളാഹുവിന്റെ ജന്നാത്ത് എന്ന സ്വർഗത്തിൽ ഒരുമിച്ചിട്ട് അനുഗ്രഹിക്കട്ടെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മഹാന്മാരുടെ അനുസ്മരണയ്ക്ക് ഇവിടെ നടത്തപ്പെടും. അതിലേക്ക് ഞാൻ കടക്കുകയില്ല. ഒരുപാട് മഹാന്മാരുടെ സ്മരണകൾ നാം അയവിറക്കേണ്ടവരാണ്. സമയത്തിന് ഭാവമുള്ളത് കൊണ്ട് തന്നെ വാക്കുകൾ ചുരുക്കുന്നു. അള്ളാഹു നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് കബൂലാക്കി നാളെ പരലോകത്ത് വലിയൊരു മുതൽക്കെട്ടായി നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ തിരുവചനം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಸುಂದರವಾದ ಭವ್ಯ ವೇದಿಕೆಯನ್ನ ನಿರ್ಮಿಸಿ ಯಶಸ್ವಿ ಕಾರ್ಯವನ್ನ ನಡೆಸುತ್ತಿರುವ ಸಂಘಟನೆಯನ್ನ ಅಭಿನಂದಿಸಿ
100 ವರ್ಷ ಪೂರೈಸುತ್ತಿರುವ ಸಮಸ್ತಕ್ಕೆ ಸೇವನೆಗೈದ ಎಲ್ಲ ನೇತಾರರನ್ನ ಸ್ಮರಿಸಿ ಕುರ್ಆನಿನ ಪರಿಶುದ್ಧ ಕೆಲವು ಸೂಕ್ತ ಪಠಿಸಿ ಉದಾಹರಣೆ ಸಹಿತ ವಿವರಿಸಿ ಪ್ರವಾದಿ ಸ್ವಹಾಬಿಗಳ ಅಹ್ಲು ಸುನ್ನತಿನ ಆಶಯ ಆದರ್ಶಗಳನ್ನ ಪಾಲಿಸುತ್ತಾ ನಾವೆಲ್ಲರೂ ದೀನಿ ರಂಗದಲ್ಲಿರಬೇಕೆಂದು ಹೇಳಿ ದೊಡ್ಡ ದೊಡ್ಡ ಕಟ್ಟಡಗಳು, ಮದ್ರಸಗಳು, ಮಸೀದಿಗಳು, ಮಿನಾರಗಳು ಮಾತ್ರವಲ್ಲ, ದೀನ್ ಅಹ್ಲು ಸುನ್ನತಿನ ಆಶಯ ಆದರ್ಶವನ್ನ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡರೆ ಮಾತ್ರ ದೀನ್ ಉಳಿಯಬಹುದೆಂದು ಗಂಭೀರ ಚಿಂತನೆಗೊಳಪಡಿಸಿ ಕಾರ್ಯಕ್ರಮವನ್ನ ಅಲ್ಲಾಹನ ನಾಮದೊಂದಿಗೆ ಉದ್ಘಾಟನೆಗೊಳಿಸಿದ ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ ಮೊಹಮ್ಮದ್ ನಬವಿ ಮುಂಡೋಳೆ, ಅಧ್ಯಕ್ಷರು SKSSF ದಕ್ಷಿಣ ಕನ್ನಡ ಈಸ್ಟ್ ಜಿಲ್ಲೆ, ಇವರಿಗೆ ಧನ್ಯವಾದಗಳು. MJM ಇದರ ಮುದರಿಸರು, ಇಂದಿನ ಮುಖ್ಯ ಪ್ರಭಾಷಕರು ಆದಂತಹ ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಅಹ್ಮದ್ ಅಲ್ ಜಲಾಲಿ ಇವರು ನಮ್ಮೊಂದಿಗೆ ಸೇರಿಕೊಂಡಿದ್ದಾರೆ. ಇವರಿಗೆ ಪ್ರೀತಿಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಅತಿಥಿಗಳಾದಂತಹ ಉಸ್ಮಾನ್ ಆಲಾಚೆ, ಅಧ್ಯಕ್ಷರು ಮಸ್ಜಿದ್ ನೂರ್ ಚಿಬಿದ್ರಿ, ಇವರನ್ನ ವೇದಿಕೆಗೆ ಬರಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಒಂದು ಗಮನಕ್ಕೆ ಒಂದು ಮೊಬೈಲ್ ಬಿದ್ದು ಸಿಕ್ಕಿರುತ್ತದೆ, ವಾರಿಸುದಾರರು ಅದನ್ನ ಬಂದು ಪಡ್ಕೊಳ್ಬಹುದು. ಮಾನ್ಯ ಶಕೀಲ್ ಅರೆಕಲ್ ಇವರ ಬಳಿ ಇದೆ ಒಂದು ಮೊಬೈಲ್. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ ಕಾರಣಾಂತರಗಳಿಂದ ನಮ್ಮನ್ನ ಬಿಟ್ಟು ತೆರಳುತ್ತಾ ಇರುವಂತಹ ಉದ್ಘಾಟನೆಯನ್ನ ನೆರವೇರಿಸಿದಂತಹ ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ ಮೊಹಮ್ಮದ್ ನಬವಿ ಮುಂಡೋಳಿ, ಅಧ್ಯಕ್ಷರು SKSSF ದಕ್ಷಿಣ ಕನ್ನಡ ಈಸ್ಟ್ ಜಿಲ್ಲೆ, ಇವರಿಗೆ SKSSF ಕಕ್ಕಿಂಜೆ ಯೂನಿಟ್ ಪರವಾಗಿ ಒಂದು ಸನ್ಮಾನವನ್ನ ಏರ್ಪಡಿಸ್ತಾ ಇದ್ದಾರೆ. ಈ ಒಂದು ಸನ್ಮಾನವನ್ನ ಮಾಡಿ ಗೌರವಿಸಲಿಕ್ಕಿದ್ದಾರೆ ಜನಾಬ್ ಶರೀಫ್ HA, ಅಧ್ಯಕ್ಷರು SKSSF ಕಕ್ಕಿಂಜೆ ಯೂನಿಟ್. ಸನ್ಮಾನಕ್ಕಾಗಿ ಉಸ್ತಾದ್ ಇವರನ್ನ ಸನ್ಮಾನ ಸ್ವೀಕರಿಸಲಿಕ್ಕಾಗಿ ಉಸ್ತಾದ್ ಇವರನ್ನ ತಮ್ಮ ಚೇರ್ಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಸನ್ಮಾನಗೊಳಿಸಲಿಕ್ಕಾಗಿ ಮಾನ್ಯ ಶರೀಫ್ HA ಇವರನ್ನ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಅದರೊಂದಿಗೆ ಎಲ್ಲ ಗಣ್ಯರು ಕೂಡ ಈ ಒಂದು ಸನ್ಮಾನವನ್ನ ನೆರವೇರಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಧನ್ಯವಾದಗಳು. ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣಕ್ಕಾಗಿ ಉಸ್ತಾದ್ ಬಹುಮಾನ್ಯರಾದ ನಜೀರ್ ಅಜ್ಹರಿ ಬುಲ್ಮಿನಾರ್, ಖತೀಬರು ಈಶ್ವರ ಮಂಗಿಲ ಟೌನ್ ಮಸ್ಜಿದ್, ಇವರನ್ನ ಪೋಡಿಯಂಗೆ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ವೇದಿಕೆಯಲ್ಲಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣ ಬಹುಮಾನ್ಯರಾದ ನಜೀರ್ ಅಜ್ಹರಿ ಬುಲ್ಮಿನಾರ್, ಖತೀಬರು ಈಶ್ವರ ಮಂಗಿಲ ಟೌನ್ ಮಸ್ಜಿದ್. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. ادعو إلى سبيل ربك بالحكمة والموئلة الحسنة، قال الله عز وجل. വേദിയിൽ ഉപവിഷ്ടരായ നമ്മുടെ നാട്ടിൻ്റെ ദീനി കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നാട്ടിലെ മുദരിസും ഖതീബ് ഉസ്താദുമായ എൻ്റെ സുഹൃത്തും കൂടിയായ ജലാലി ഉസ്താദ് അവറുകളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ നാട്ടിൻ്റെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നമ്മുടെ ജമാഅത്തിന്റെ അധീനതയിലുള്ള മദ്രസയിലെ കമ്മിറ്റി ഭാരവാഹികൾ, അവിടുത്തെ സദറുസ്താദന്മാർ, മറ്റു വേദിയിലുള്ള ഉസ്താദന്മാർ, നാട്ടിലെ ഉമറാക്കൽ, ഉലമാക്കൾ, SKSSFന്റെ പ്രവർത്തകർ, നേതാക്കളെ,
ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ സ്നേഹികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് നമുക്ക് വേണ്ടതുപോലെ പ്രസംഗിക്കാനുണ്ട്. പ്രാസ്താവിക ഭാഷണം എന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ദേശം എന്ത്, ഹക്കിഞ്ച് SKSSF എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ഹ്രസ്വമായ ഒന്ന് കാര്യം പ്രസ്താവന ചെയ്യുക എന്ന കർത്തവ്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉസ്താദ് വേദിയിലുണ്ട്, ഇവിടെ മദ്രസയിലെ ഉസ്താദ്. ഇതേ മദ്രസയിൽ ഇപ്പുറത്തെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ് വരെ. ഈ കക്കിഞ്ചയിൽ തന്നെ നമ്മുടെ ഷെരീഫ്, നാസിർ അവരൊക്കെ നമ്മുടെ ശരീക്കന്മാരാണ് മദ്രസയിൽ. അന്ന് മുതൽക്ക് തന്നെ സമസ്തയും SKSSുമായുള്ള ബന്ധം ഞങ്ങൾ കാണുന്ന സമയം മുതൽ തന്നെ, അതിനു മുമ്പ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ശാഖയാണ് നമ്മുടെ SKSS. നമ്മുടെ മുമ്പിൽ കാണുന്ന ആംബുലൻസ് പോലത്തെ പ്രവർത്തനങ്ങൾ, ആരെങ്കിലും നാട്ടിൽ മരണപ്പെട്ടാൽ അവർക്ക് ഖബർ കുഴിക്കുന്ന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ക്യാമ്പുകൾ, ബ്ലഡ് ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ശാഖയാണ് SKSS ഹക്കിന്റെ ശാഖ എന്നുള്ളത്. ഒരുപാട് അനുസ്മരണങ്ങൾ, ഒരുപാട് വലിയ വലിയ സമ്മേളനങ്ങൾ, ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ നമ്മുടെ ഈ കക്കിഞ്ചയിലേക്ക് കാല് കുത്തിയിട്ടുണ്ട്. വലിയ ബറക്കത്തുള്ള നാടാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു തരുമാറാവട്ടെ. നേരത്തെ നമ്മുടെ സംഘാടകർ ആംബുലൻസിന്റെ കാര്യം ഒന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട്, ഈ കാലയളവ് 2 വർഷത്തിന്റെ കാലയളവിൽ നമ്മുടെ ആംബുലൻസ് ഏകദേശം 212 ട്രിപ്പുകളാണ് രോഗികളായ ആൾക്കാരെ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 36 ട്രിപ്പുകൾ ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളതായ ട്രിപ്പുകളൊക്കെയും അവരിൽ നിന്ന് പെട്രോളിന്റെ ചെറിയ ക്യാഷും ഡ്രൈവർക്കുള്ളതായ ഒരു അലവൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് എല്ലാവരും കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളതായ സാമ്പത്തികമായ തടസ്സമുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലാഹു തആല രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ആംബുലൻസിന് പണിയില്ലെങ്കിൽ സാറില്ല, അല്ലാഹു തആല രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ. ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയുന്നത്, നമ്മുടെയൊക്കെ ചാർമാടിയിലെ നമ്മുടെ ബന്ധും കൂടിയാണ് നമ്മുടെ ആദമാക്കാന്റെ ഡ്രൈവർ, ആദമാക്കാന്റെ മകൻ ഷെരീഫ് എന്നവർ ഗുജറാത്തിൽ അപകടത്തിലെ ആക്സിഡന്റിൽ പെട്ട് മൗത്തായിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല അവന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവനക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെ ഭാര്യ മക്കൾക്ക് അല്ലാഹു തആല സബർ കൊടുക്കട്ടെ. നമ്മുടെ ബന്ധം കൂടിയാണ്. ഒരു മരണത്തിൽ നിന്ന്, ആ ബേജാറിൽ നിന്ന് രക്ഷപ്പെടുന്ന മുമ്പ് തന്നെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ അപകടത്തിൽ മരിച്ചത്, സിനാൻ. അല്ലാഹു തആല അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും കാക്കട്ടെ. ആ മരണപ്പെട്ടു പോയ ആ യുവാക്കൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ കൂടെ കളിച്ച, നാം കണ്ട നമ്മുടെ കക്കിഞ്ചയുടെ ഒരുപാട് യുവാക്കൾ ഒക്കെ ഖബറിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെയും ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. ഈ നാടിന് വേണ്ടി നമ്മൾ മദ്രസ പഠിക്കുമ്പോൾ കഷ്ടപ്പെട്ട ഒരുപാട് നമ്മുടെ മുൻഗാമികളായ നേതാക്കൾ, അവർക്കെയും നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, SKSSFന്റെ പ്രവർത്തനങ്ങളോട് നാം പൂർണ്ണമായി സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ തനു മന ധന എന്ന് പറയുന്നത് പോലെ എല്ലാ നിലക്കുള്ള സഹകരണം നാം ചെയ്തു കൊടുക്കാൻ, അത് പടച്ചന്റെ വക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുമെന്നതിൽ സംശയമില്ല. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് കാലശേഷം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ വരും. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിയോ, ഇത് ശരിയോ, അത് തെറ്റോ, ഇത് തെറ്റോ, അവർ പറയുന്നതിൽ ശരി, ഇവർ പറയുന്നതിൽ ശരി, ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്ന പല വിഭാഗങ്ങൾ നിങ്ങൾക്കിടയിൽ പൊട്ടിപ്പുറപ്പെട്ട് വരും. ആ സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ, റസൂലുള്ളാഹി തങ്ങൾ മാതൃക കാണിച്ചു, ഒരു വര കാണിച്ചു പോലും കാണിച്ചിട്ടുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ നിങ്ങളുടെ മുൻഗാമികളായ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും നമ്മുടെ ഉലമാക്കളും സമസ്തയുടെ വഴി സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചു കൊള്ളുക. എന്നാൽ അത്രമാത്രം പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വഅല്ലു അലൈഹ ബിന്നവാജിദി. ഈസി ഇല്ല. ഖിയാമത്ത് നാളാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് അന്ധവിശ്വാസങ്ങളും മൂഢനമ്പിക്കകളും വരും. അതൊക്കെ തരണം ചെയ്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും അവിടുത്തെ താബിഈങ്ങളും കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലായി ഉറച്ചു നിൽക്കാൻ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതിന്റെ മുഫസ്സിരീങ്ങൾ ആ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ ഈ ആധുനിക സമൂഹം നമ്മുടെ നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മതസ്ഥാപനങ്ങൾ, നമ്മുടെ അറബിക് കോളേജുകൾ, നമ്മുടെ ക്ലാസുകൾ, നമ്മുടെ വയലുകൾ, എല്ലാ ദീനി ധാർമ്മിക ചട്ടുവട്ടികൾ വ്യാപിക്കുന്നു, ഒരുപാട് അധികരിക്കുന്നു, ഒരുപാട് സമ്പത്തുകൾ ചെലവഴിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ പോയി കഴിയുന്തോറും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നു. ഞങ്ങൾ ഇന്നലെ മിഞ്ഞെന്ന് കണ്ടേ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മാന്റെ കഴുത്തിലേക്ക് കത്തിയറുത്തു. കണ്ടില്ല? നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് വളരുന്നത്? ആ മക്കളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ബാപ്പയാരാണെന്നും ഉമ്മയാരാണെന്നും നാട്ടിലെ പ്രമാണിമാർ ആരാണെന്നും മൂത്തവരാരാണെന്നും ചെറിയവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളുടെ പാത, ആ സന്ദേശം SKSSF മുഖേന നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ SKSF ആ കാര്യത്തിൽ ഒരു പിന്നോട്ടുമില്ല. എല്ലാ കാര്യത്തിലും ഒരുപാട് ക്ലാസുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദിന്റെ ക്ലാസ്, മറ്റും മജ്ലിസ് നൂറുകൾ, എല്ലാ നിലക്കും നമ്മുടെ നാട്ടിന്റെ എല്ലാ നിലക്കുള്ളതായ വേണ്ടാത്തരങ്ങളെ തൊട്ട് നാം പ്രതിരോധിക്കേണ്ട അനിവാര്യ കാലഘട്ടത്താണ്. അതോടൊപ്പം SKSSF എന്ന പ്രസ്ഥാനം ജീർണതകൾക്കെതിരെ ജിഹാദ് എന്ന നിലക്ക് ഒരുപാട് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും മദ്രസകളിലും ഈ ഡ്രഗ്സിന്റെ വിരുദ്ധമായിട്ട് ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമായി നമ്മുടെ മക്കളെ അടുപ്പിക്കാനും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനും നിങ്ങളൊക്കെ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഈ ഉമ്മത്തിനേക്ക് ഒരുപാട് വെല്ലുവിളികൾ, നമ്മോട് കിടക്കുന്ന ഖബർ പോലും മാന്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ പള്ളികളല്ല, നമ്മുടെ മദ്രസകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മാന്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇന്നലെയാണ് SKSSFന്റെ ചുനക്കുട്ടികൾ, ആയിരക്കണക്കിന്റെ പ്രവർത്തകന്മാർ മഹാനായ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എയർപോർട്ടിൽ ചെന്നുകൊണ്ട് മതസ്ഥാപനങ്ങൾ, പള്ളികൾ നിയമത്തിന്റെ പേരിൽ പൊളിച്ചടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് അസത്യത്തിനെതിരെ, അനീതിക്കെതിരെ പോരാടാനും ഈ SKSSF എന്നേക്കും തയ്യാറാണ്. അതിന്റെ നേതൃത്വം അങ്ങനെ ചങ്കുറ്റമുള്ള ഒരു സംഘടന നേതൃത്വമാണ് എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നിങ്ങളൊക്കെയും ഈ SKSSFന് വേണ്ടി, നമ്മുടെ കക്കിഞ്ച യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും കൈകോർക്കുക. നമ്മുടെ ഈ ഉമറാക്കൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. SKSSF എന്ന പ്രസ്ഥാനത്തിന് ഒരുപാട് സഹായങ്ങൾ, സഹകരണങ്ങൾ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പിന്നിലിരിക്കുന്നത്, നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇനിയും ഈ സമസ്തയുടെ ഈ സുന്ദരമായ പ്രസ്ഥാനത്തോടുകൂടി കൈകോർത്തുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ വറക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ, കണ്ണിത്ത് ഉസ്താദ് മുതൽ, ശംസുൽ ഉലമ മുതൽ, ബഹുമാനപ്പെട്ട മിത്തവിൽ ഉസ്താദ് മുതൽ ഇന്ന് വരേക്കുമുള്ള സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട തോക്ക ഉസ്താദ് പോലത്തെ മഹാന്മാർ അവർ കാണിച്ചു തന്ന നേരായ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലായി നമുക്ക് സഞ്ചരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ SKSSF എന്ന ഈ പ്രസ്ഥാനത്തിന് വിത്തുപാകിയ മഹാനായ CH ഉസ്താദിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ വളരെയധികം ലാളിത്യത്തിന്റെയും മരിക്കുമ്പോൾ കലിമ ചൊല്ലിയും മാത്രമല്ല സൂക്ഷ്മതയുടെ നിറകുടമായ മഹാനായ CH ഉസ്താദിന്റെ ആ ഒരു ആത്മീയമായ നേതൃത്വത്തിലാണ് ഈ SKSSFന്റെ തുടക്കം കുറിച്ചത്. ആ മഹാന്മാരെ സഞ്ചരിച്ച പാതയിലായി സഞ്ചരിച്ചുകൊണ്ട് മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഈ നാട്ടിലെ ഉമറാക്കൾ, ഉലമാക്കൾ, ഈ നാട്ടിലെ യുവാക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാകട്ടെ. ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഷെരീഫിന്റെ ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാകട്ടെ. ആ കുടുംബത്തിന് അതിനെ സഹിക്കാനുള്ളതായ സബർ, മനക്കരുത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലത്തെ അപകട മരണങ്ങളെ തൊട്ട് നമ്മയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ಸಮಸ್ತ SKSSF ಮತ್ತು ತನ್ನ ನಡುವಿನ ಸಂಬಂಧ. SKSSF ಕಕ್ಕಿಂಜ ಶಾಖೆ ನಡೆದು ಬಂದ ಹಾದಿ ಅಂತ್ಯಕಾಲದಲ್ಲಿ ದೀನಿನಲ್ಲಾಗುವ ಬದಲಾವಣೆಗೆ ಕಿವಿಗೊಡದೆ ಸುನ್ನತ್ ಜಮಾಅತಿನ ಆದರ್ಶ ತತ್ವಗಳನ್ನು ಮಾತ್ರ ಪಾಲಿಸಿಕೊಂಡು ಬರಬೇಕೆಂಬ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಸಂದೇಶವನ್ನ ನೆನಪಿಸುತ್ತಾ ನಮ್ಮೆಲ್ಲರ ಸಹೋದರ ಶರೀಫ್ ಇವರ ಪಾರತ್ರಿಕ ವಿಜಯಕ್ಕಾಗಿ ದುವಾ ಮಾಡಿ SKSSF ನ ಕಾರ್ಯಗಳನ್ನು ಶ್ಲಾಘಿಸಿ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ಸಹಾಯವನ್ನ ಬಯಸಿ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣಗೈದ ಬಹುಮಾನ್ಯರಾದ ನಜೀರ್ ಅಜ್ಹರ್ ಬುಲ್ಮಿನಾರ್ ಇವರೇ ಧನ್ಯವಾದಗಳು. ವೇದಿಕೆಯಲ್ಲಿ ಇನ್ನು ಮುಂದೆ ಈ ದಿನದ ಕೊನೆಯ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿದೆ. ಮುಖ್ಯ ಪ್ರಭಾಷಣ. സമസ്ത എന്നത് കേവലം ഒരു സംഘനാമം മാത്രമല്ല, വഴിയറിയാതെ പകച്ചു നിന്നവർക്ക് മുമ്പിൽ വഴികാട്ടാനായി, വഴി തെറ്റിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ ആദർശഭദ്രമായ കോട്ടയായി നിലകൊണ്ട പണ്ഡിത പ്രസ്ഥാനം. മലയാളക്കരയിലെ ഇസ്ലാമിക ചലനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന അനുഗ്രഹീതമായ പണ്ഡിതന്മാരുടെ നേതൃസമ്പന്നതയാൽ എക്കാലയും അനുഗ്രഹീതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ಇದೀಗ ವೇದಿಕೆಯಲ್ಲಿ ಶಂಸುಲ್ ಉಲಮಾ ನಗರಿ ಶೈಖುನ ವರಕಲ್ ಮುಲ್ಲಕೋಯ ತಂಗಳ ವೇದಿಕೆಯಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರನ್ನು ಉದ್ದೇಶಿಸಿ ಮುಖ್ಯ ಪ್ರೌಢೋಜ್ವಲ ಮುಖ್ಯ ಪ್ರಭಾಷಣಗೈಯಲಿದ್ದಾರೆ. ದಾರಿ ತಪ್ಪುತ್ತಿರುವ ಯುವ ಸಮೂಹವನ್ನ ಪ್ರಸ್ತುತ ಕೆಡುಕು ಮತ್ತು ಲಹರಿ ಪದಾರ್ಥಗಳಿಗೆ ಅಡಿಯಾಳಾಗಿ ರಸ್ತೆ ಬೀದಿ ಬದಿಗಳಲ್ಲಿ ಓಡಾಡುತ್ತಿರುವ ಬಿಸಿ ರಕ್ತದ ಯುವ ಸಮೂಹವನ್ನ ಮಾತ್ರವಲ್ಲದೆ ಅನಿಸ್ಲಾಮಿಕ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ತೊಡಗಿಸಿಕೊಳ್ಳುತ್ತಿರುವ ಶಾಲಾ ಕಾಲೇಜು ವಿದ್ಯಾರ್ಥಿ ಸಮೂಹಕ್ಕೆ ಸಂದರ್ಭಾನುಸಾರವಾಗಿ ಎಳೆಯಾಗಿ ಬಿಡಿಸಿ ಹೇಳಿ ಮಾತಿನ ಮೂಲಕವೇ ಚಾಟಿ ಏಟನ್ನ ನೀಡಿ ಮಾಟ ಮಂತ್ರ ಕುತಂತ್ರಗಳ ವಿರುದ್ಧ ನಿರಂತರ ಧ್ವನಿ ಎತ್ತುತ್ತಿರುವ ನಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಯ ಉಸ್ತಾದ್, ಜಮಾತಿನಲ್ಲಿ ಐಕ್ಯತೆ ಸಹೋದರ್ಯತೆಗೆ ಶ್ರಮಿಸುತ್ತಾ ಪ್ರತಿ ಭಾಷಣದಲ್ಲೂ ಪ್ರತಿ ಸಂದರ್ಭದಲ್ಲೂ ಸಮೂಹಕ್ಕೆ ಸಂದೇಶವನ್ನ ಸಾರುತ್ತಿರುವ ಉಸ್ತಾದ್ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಅಲ್ ಜಲಾಲಿ ಖತೀಬರು MJM ಕಕ್ಕಿಂಚೆ ಇವರು ನಮ್ಮನ್ನುದ್ದೇಶಿಸಿ ಮುಖ್ಯ ಪ್ರಭಾಷಣೆಗೆಯಲಿದ್ದಾರೆ. ಇವರನ್ನ ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದೆ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നല്ലവരായ ഉസ്താദുമാർ, ഉദ്ഘാടനം ചെയ്ത മുഹമ്മദ് നബവി ഉസ്താദ് അവരുകൾ, പ്രാസ്താവിക പ്രഭാഷണം നടത്തിയ ഈശ്വരമംഗലം ഖത്തീബ് പ്രിയങ്കരനായ നസീർ അസ്ഹരി ഉസ്താദ് അവരുകൾ,
ഇവിടെ മദ്രസയിലെ ഉസ്താദുമാർ, ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇബ്രാഹിം അറക്കൽ അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, SKSF-ന്റെ പ്രസിഡന്റ് ഷെരീഫ് എച്ച് അടക്കമുള്ള SKSF-ന്റെ ഭാരവാഹികൾ, SYS-ന്റെ പ്രസിഡന്റ് ഇല്യാസാക്ക അടക്കമുള്ള SYS-ന്റെ ഭാരവാഹികൾ, അതുപോലെ നോട്ടീസിൽ കാണിക്കപ്പെട്ട ഗസ്റ്റുകൾ, നമ്മുടെ ജമാഅത്തിന്റെ നേതൃത്വങ്ങളാകുന്ന നല്ലവരായ അറക്കൽ ഭാവിച്ച ഗൗരവാധ്യക്ഷർ പൊടി ഹാജി അവരുകൾ, ഖജാൻജി ഇസ്മായിൽ ച ഗോളിതടി, പ്രധാന കാര്യദർശി ഇബ്രാഹിം ബോൺട്രപാൾ, അഭിയന്നരായ ആദം ഉസ്താദ് അവരുകൾ, സുലൈമാക്ക, അതുപോലെ ഗാന്ധിനഗറിലെ പ്രസിഡന്റ് ഉമർ സാഹിബ്, അതുപോലെ തോട്ടത്താടി മദ്രസയുടെ പ്രസിഡന്റ് ഉമർ, നമ്മുടെ ഖജാൻജിയും ഒക്കെയായ ഉഞ്ഞാക്ക അവരുകൾ, അതുപോലെ മുൻ പ്രസിഡന്റ് നമ്മുടെ അബ്ദുൽ ഖാദർ കായിഞ്ച അടക്കമുള്ള സ്റ്റേജിലും മറ്റുമുള്ള നേതാക്കന്മാർ, സദസ്സിലുള്ള നേതാക്കന്മാർ, സദസ്സിലുള്ള നല്ലവരായ ഒരുപാട് വലിയവരായ പണ്ഡിത മഹത്തുക്കൾ, ജബ്ബാർ ഉസ്താദ്, ഷക്കൂർ ഉസ്താദ്, മുഫത്തിഷ് ദാരിമി ഉസ്താദ്, അതുപോലെ ഫൈദി ഉസ്താദ് അടക്കമുള്ള നല്ലവരായ നേതാക്കന്മാരായ ഉസ്താദ് MTH ഉസ്താദ് അടക്കമുള്ള ഇവിടെ കാണുന്ന SKSF-ന്റെ കർമ്മധീര പ്രവർത്തകർ, വിഖായയുടെ പ്രവർത്തകർ, സഹോദരന്മാർ, ഉമ്മപെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, എല്ലാവരെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. മുൻ കമ്മിറ്റി ഭാരവാഹികൾ, മുൻ സെക്രട്ടറിമാർ, മുൻ ഖജാൻജിമാർ, നമ്മുടെ അണ്ടർ പള്ളി മദ്രസയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളൊക്കെ ഒരുപാട് ആളുകൾ, ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ അടക്കം ഒരുപാട് ആളുകളുടെ പേര് നോട്ടീസിൽ കാണുന്നുണ്ട്. അതൊക്കെ ഇവിടെ നേരത്തെ വായിക്കുന്നതും കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കക്കിഞ്ച ശാഖ SKSF വളരെ മനോഹരമായ മഹാന്മാരുടെ അനുസ്മരണയും ഇഷ്ക് മജ്ലിസും 2 ദിവസത്തിന്റെ മനോഹരമായ ഒരു പരിപാടിയാണ്. തങ്ങൾ അവരുകൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 10:30 മണിയാകുമ്പോൾ തങ്ങൾ ഇവിടെ എത്തും, നിങ്ങൾക്കൊക്കെ ദുആ ചെയ്ത് തരാൻ വേണ്ടി. അതിനു മുമ്പ് ഒരൽപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ, മഞ്ഞൊക്കെ ഉണ്ടാകും കുറച്ചൊക്കെ, എന്നാലും ക്ഷമിക്കുക. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്നുകൂടി ജാഗ്രത വഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ കൂടിയതും പിരിയുന്നതൊക്കെ നമുക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കും സമസ്തയുടെ മൺമറഞ്ഞുപോയ മഹാന്മാരുടെ എല്ലാവരുടെയും ബറക്കത്ത് കിട്ടാൻ കാരണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാറ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നങ്ങാവും. മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിഭാഗം നമ്മളാകണം. ഇന്ന് ശംസുലുലമാ നഗരിയും വറക്കൽ തങ്ങൾ വേദിക്കയൊക്കെ നമ്മളിടാൻ കാരണം അവരുടെ ജീവിത ശുദ്ധിയാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആ ജീവിതം നമ്മൾ മുഴുവനും അവരുടെ ചരിത്ര താളുകളിൽ നിന്ന് പഠിച്ചെടുക്കണം. ആരായിരുന്നു വറക്കൽ തങ്ങൾ? ആരായിരുന്നു ശംസുൽ ഉലമാ? അവരുടെയൊക്കെ ജീവിതത്തിന്റെ വഴിയുടെ സൂക്ഷ്മതകൾ എങ്ങനെയൊക്കെയായിരുന്നു? കടപ്പുറത്ത് മീനില്ല എന്ന് പറയുമ്പോ ഇറങ്ങിയിട്ട് കൈ നീട്ടിയിട്ട് കടപ്പുറക്കാർ വിടുമ്പോൾ കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും മീൻ കിട്ടിയിരുന്ന അത്രയും വലിയ ദുആ ഇജാബത്തുള്ള മഹാനാണ്. മഴയില്ല എന്ന് പറയുമ്പോ കൈനീട്ടിയിട്ട് താത്തലോടെ കോരിച്ചെരിയുന്ന മഴ വർഷിച്ചിട്ടുള്ള മഹാനാണ്. ആ മഹാനുഭാവരാണ് സമസ്തയെ സ്ഥാപിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സമസ്ത, ആ സമസ്തയുടെ എല്ലാമാണ് വറക്കൽ മുല്ലക്കോയ തങ്ങളവരുകൾ. വലിയ മഹാനാണ്, റിഫായി തരീഖത്തിലെ ശൈഖാൻ. ആ മഹാനുഭാവർ അവിടത്തെ ശിഷ്യനായിരുന്ന അഹമ്മദ് എന്ന് പേരുള്ള മഹാന് പോലും കാറ്റിലൂടെ സഞ്ചരിക്കുമാർ.
കാറ്റിലൂടെ സഞ്ചരിച്ച് വറക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയമുണ്ടോ, ഞാൻ നിങ്ങളുടെ പുതിയ അഹമ്മദാൻ. ഇങ്ങനെ ഒരു ശിഷ്യനെ വാർത്തെടുക്കാൻ കെൽപ്പുള്ള കഴിവുള്ള മഹാനാണ് വറക്കൽ മുല്ലക്കോയ തങ്ങളവരുകൾ. അള്ളാഹു അവിടെ ബറവിടത്തെ ബറക്കത്തുകൊണ്ട് നീ കാക്കണേ അല്ലാ. അവർ എല്ലാം കൊണ്ടും ലക്ഷ്യമിട്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്, റബ്ബിന്റെ പൊരുത്തമാണ്, ദീനിന്റെ സേവനമാണ്. ഹൈദ്രോസ് ഉസ്താദൊക്കെ പ്രസംഗം നടത്തി നടന്ന് എത്തിപ്പെട്ട ഇടത്ത് ഹൗലിന്റെ പക്കത്ത് കാൽ കഴുകുന്ന ഇടത്ത് കിടന്നുറങ്ങിയ മഹാനാണ്. അവിടത്തെ വിനയം, ഉന്നതമായ സ്ഥാനമാനങ്ങളിലിരിക്കുമ്പോ അധികാരത്തിന്റെ അഹങ്കാരങ്ങളില്ലാതെ ഹൗലിന്റെ പക്കത്ത് കിടന്ന ഹൈദ്രോസ് ഉസ്താദിന്റെ ചരിത്രം പറയേണ്ട മജ്ലിസ്. മുത്തുമുമ്മിനീങ്ങളെ, അങ്ങനെയുള്ള മഹാന്മാർ അവരൊക്കെ നേതൃത്വം തന്ന് ലോകത്തോട് മറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹുവേ, അവരുടെ എല്ലാം കാവലും നോട്ടവും സഹായവും ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാഹ്. അവരുടെ ചരിത്രം പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരെ പോലെയല്ലെങ്കിലും ഒരൽപ്പമെങ്കിലും ആ നന്മയുടെ ജീവിതത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ശൈഖുന ശംസുല്ലുലമായി ആ മഹാനവരുകൾ ജീവിതത്തിൽ മരണം വരെ ത്യാഗം, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളോട് വിധേയ